നടത്തൊരു ഉപകാരത്തിൽപ്പെട്ടോട്ടെന്ന് വിചാരിച്ച് ഇന്ന് പാടത്തോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. നടക്കുമ്പോഴതാ പാടത്തിലോട്ട് പോകുന്ന വഴി ഫുൾ മയിലുകൾ. എന്നെ കണ്ടതും നൈസായിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി, പറക്കാനും നോക്കി. പക്ഷെ പഴയ പോലെ പറക്കാൻ വയ്യ, കട്ട് തിന്ന് തിന്ന് തടി കൂടി തോന്നുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ ഇനി പാടത്തിറങ്ങി നശിപ്പിക്കൽ തുടങ്ങും. കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. ആൾക്കാർ വളരെ മോശം സ്വഭാവം കേട്ടോ. പണ്ട് മൃഗശാലയിൽ പൈസ കൊടുത്ത് കാണേണ്ട സാധനം ഇപ്പോൾ വെറുതെ ജനലിൻ്റെ പുറത്തു കൂടെ നോക്കിയാൽ മതി. മിനിമം ഒരു 5-6 കാണാം. ഇത് ഫുൾ ഫാമിലി ഉണ്ട്. എന്നെ കണ്ടതും വീണ്ടും പറന്ന് ഒരു തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വേറെ തെങ്ങിലോട്ട് പോയി. കാക്കേനെയും കുക്കിനെയും ഒന്നും കാണില്ലെന്ന് ഞാൻ ഇന്നലെ സങ്കടം പറഞ്ഞിരുന്നു. അതിപ്പോൾ മാറിക്കിട്ടി. ഇപ്പോൾ എല്ലാം വന്നു തുടങ്ങി. പണ്ട് ഇവിടെയൊക്കെ വേറെ കൃഷികളായതുകൊണ്ടേ ഇവർക്ക് ഇവിടെ നിന്നൊന്നും കിട്ടില്ലെന്ന് നല്ല ധാരണ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എവിടുന്നോ കേട്ടറിഞ്ഞ് ഇങ്ങോട്ട് ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ എണ്ണത്തിനെ കാണാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഈ പാടത്ത് വെള്ളം നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വന്നു. ഇല്ലെങ്കിൽ ഈ പുല്ലൊന്നും ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഒരു മാസം ഇങ്ങനെ നിൽക്കണം, എന്നാലേ അത് ചീഞ്ഞ് വളമാവും. അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. മഴയൊന്നൊക്കെ 2-3 ദിവസമായി തീർന്നെങ്കിലും വെള്ളമൊക്കെ ഉണ്ട്. ഇത് പിന്നെ എന്തോ എലി ഇന്നലെ തുറന്നിട്ട് പോയ ഒരു ഓട്ടയാണ്. കുറച്ച് സ്ഥലം കൂടെ ബാക്കിയുണ്ട്. അവിടെ ഞാൻ ചുമ്മാ വെതറിപ്പോയ സാധനങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ മുളച്ച് തുടങ്ങിയേ. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായ കാരണം കൂടിൽ വെക്കാൻ ഞാനൊരു മരം തിരഞ്ഞെടുക്കുമായിരുന്നു. അത് യാദൃശ്ചികമായി എൻ്റെ കണ്ണിൽപ്പെട്ടു. ഞാനത് അവിടുന്ന് ഒരു കത്തി വാങ്ങി മുറിച്ച് എൻ്റെ തോളത്ത് വെച്ച് ഞാൻ പോയി. നാട്ടുകാരൊക്കെ ചോദിച്ചു എങ്ങോട്ടാ മരം പിഴുത് പോണേന്ന്. ഒരു ഷോർട്ട് കട്ട് പിടിച്ചതാ, ചളിയിലിറങ്ങിയാൽ വേഗത്തെന്ന് വിചാരിച്ചിട്ട്. ഇനി മേലെ ചെരുപ്പിട്ട് ചളിയിലിറങ്ങില്ല. കാല് ഞാൻ എങ്ങനെ അതിനകത്ത് ഊരിയെടുത്തെന്ന് എനിക്ക് തന്നെ അറിയുള്ളൂ. അപ്പോൾ ഇതുപോലെ കുറേ വെറൈറ്റി വീഡിയോസ് എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.